ദേ പോയി താവന്നു. ക്രിസ്മസ് കൂടാൻ 3-4 ദിവസത്തേക്ക് വന്ന ആളാ. ഇപ്പൊ തിരിച്ചു പോകാറായി. കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ബർത്ത്ഡേയുടെ അന്നാണ് ആക്ച്വലി ഞാൻ തിരിച്ചു പോകുന്നത്. അതിന്റെ തലേ ദിവസം തന്ന ഒരു കൊച്ചു സർപ്രൈസ് ആണ് ഇതൊക്കെ. എല്ലാ വർഷവും ബർത്ത്ഡേ ഒന്നും ഒരുപോലെ ഒരുമിച്ച് ആഘോഷിക്കാൻ കിട്ടാറില്ല. കഴിഞ്ഞ വട്ടം എൻ്റെ കൂടെ ഉണ്ടായി, ഈ വട്ടം എന്താ എൻ്റെ കൂടെ ഉണ്ടായി. അതുകൊണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് അന്ന് രാത്രി തിരിച്ചു പോകുന്നതാണ് ഈ കാണുന്നത്. ചാരുവിന് ഇതെല്ലാം മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടോ. ഇച്ചായൻ പോവാണെന്ന് പറഞ്ഞപ്പോഴേക്കും ആളുടെ മുഖമൊക്കെ അങ്ങ് മാറി കേട്ടോ. എന്തോ ഭയങ്കര സങ്കടമായിട്ടാണ് ആളിരുന്നത്. ഞങ്ങൾ തിരിച്ചു വാന്ന് പറഞ്ഞ് വാങ്ങിയിട്ടൊന്നും ഞങ്ങളുടെ കയ്യിലേക്കൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഡാഡി മോളായി കഴിഞ്ഞു. ഡാഡിനെ ഹഗ് ചെയ്തിരിക്കുമായിരുന്നു ആള്. പിന്നെ ഒരു കണക്കിനാണ് പിടിച്ചു മാറ്റിയത് ആളപ്പം നല്ല കരച്ചിലും ആയിട്ടോ. അപ്പോഴത്തേക്കും പോവലും വരലും ഒക്കെ ഒരുപാടായതുകൊണ്ട് തന്നെ ഞാൻ യൂസ്ഡ് ആയതുകൊണ്ട് അങ്ങനെ വിഷമൊന്നും ഒരുപാട് പുറത്തേക്ക് പ്രകടിപ്പിച്ചൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ എയർപോർട്ട് എത്തി. അവിടെ ചെന്നപ്പോൾ അടുത്തൊരു സർപ്രൈസ്. സോ ഹാപ്പി ദാറ്റ് മൈ സ്റ്റുഡൻസ് ലവ് മീ സോ മച്ച് ആൻഡ് ദേ ആർ ടേക്കിംഗ് സോ മച്ച് ഓഫ് എഫേർട്ട് ആൻഡ് ഇനീഷ്യേറ്റീവ് ടു ഷോ ദെയർ ലവ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുഞ്ഞു സർപ്രൈസും ഇറ്റ്സ് ആക്ച്വലി റിയലി ബിഗ് ഫോർ മീ. ക്രിസ്മസിനും 2 പേര് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ബിക്കോസ് ഐ എം സറൗണ്ടഡ് ബൈ പീപ്പിൾ ഹു ആർ ലവിങ് മീ. അങ്ങനെ പറഞ്ഞു വന്ന് എന്റെ ലവ് തിരിച്ചു പോകുന്നു. ഈ തവണയും സെയിലിങ്ങിനൊന്നുമല്ല ആള് പോകുന്നത്, ട്രെയിനിങ്ങിനായിട്ടാണ് കേട്ടോ. അതുകൊണ്ടും കൂടെ എനിക്ക് കാണണമെന്ന് വിചാരിച്ച ഇടയ്ക്കൊക്കെ പോയി ഒന്ന് ആളെ കാണാം. അതുകൊണ്ടും കൂടെ കൊച്ചു വിഷമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇച്ചായനെ പറഞ്ഞു വിട്ട് എന്നെ കാണാൻ വന്ന സ്റ്റുഡൻസിനോടും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചിതാ വീട്ടിലേക്ക് പോവാണ്. വീടെത്തിയപ്പോഴത്തേക്കും ടാരു ബേബി നല്ല ഉറക്കായി. അപ്പൊ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.